കഥയാരംഭിക്കുന്നത് 1978 കാലഘട്ടത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ നോർത്ത് ഡെൻവറിൽ. അവിടെ കുറച്ച് നാളുകളായി കുട്ടികൾ തട്ടിക്കൊണ്ടുപോകപ്പെടുന്നു എന്ന തരത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. തട്ടിക്കൊണ്ടു പോകുന്നത് ദ ഗ്രാബർ എന്ന് വിളിപ്പേരുള്ള ഒരു സൈക്കോ കൊലയാളിയാണ് എന്ന തരത്തിലും സംസാരമുയർന്നിരുന്നു. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ നിലകൊള്ളുന്ന സമയത്താണ് അവിടെ ജൂനിയർ ലീഗ് മത്സരങ്ങൾ നടക്കുന്നത്. ബേസ്ബോൾ മത്സരങ്ങളാണ്. ആ മത്സരത്തിലൊന്ന് പങ്കെടുക്കാൻ ഫിന്നി എന്ന ഒരു പയ്യനുമുണ്ടായിരുന്നു. ഫിന്നിയാണ് ബൗൾ ചെയ്യുന്നത്. കാണികൾക്കിടയിലിരുന്ന് അവന്റെ സഹോദരി ഗ്വെൻ അവനു വേണ്ടി ചീർ ചെയ്യുന്നുമുണ്ട്. എന്തായാലും മികച്ച രീതിയിലെ കളി തന്നെ നടന്നു. 2 സ്ട്രൈക്കുകളായിരുന്നു തുടർന്ന് ഫിന്നി എറിഞ്ഞത്. പക്ഷെ 3ാമത്തെ ബോളിൽ ബ്രൂസ് എന്ന് പറഞ്ഞൊരു പയ്യൻ നല്ല രീതിയിൽ അടിച്ച് ഹോം റൺ കരസ്ഥമാക്കി. അതോടെ അവരുടെ ടീം അങ്ങ് ജയിക്കുകയും ചെയ്തു. ഫിന്നി കുറച്ച് വല്ലായ്മയിലാണ്ട് പോയിരുന്നു. കാര്യം ഫിന്നി ഒന്ന് പരാജയപ്പെട്ടെങ്കിലും ബ്രൂസ് അവന്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ മികച്ച ബോളിങ്ങിനെ പുകഴ്ത്തുക തന്നെ ചെയ്തു. അടുത്ത ദിവസം ബ്രൂസ് തന്റെ സൈക്കിളും ചവിട്ടി ടൗണിലൂടെ പോവുകയാണ്. വഴിയിൽ കാണുന്ന കുറച്ച് പെൺകുട്ടികളെ അഭിവാദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ബ്രൂസിന്റെ ഈ യാത്ര ഒരുപാട് നേരം തുടർന്നു പോയില്ല. സൈക്കിള് ചവിട്ടി മുമ്പോട്ട് പോയി അവന്റെ മുമ്പിലേക്ക് ഒരു വാൻ വന്നു നിന്നു. ഒരു കറുത്ത വാനായിരുന്നു. വാൻ കണ്ട് അവൻ സൈക്കിള് ചവിട്ടി നിർത്തുന്നുണ്ട്. കഥ അവിടെ നിന്നും വീണ്ടും ഫിന്നിയിലേക്ക് തിരിയുന്നു. ഫിന്നിയും സഹോദരി ഗ്വെന്നും അവരുടെ അച്ഛൻ്റെ ഒപ്പമാണ് ജീവിക്കുന്നത്. അവരുടെ അമ്മ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തതായിരുന്നു. അതിൽ പിന്നെ അച്ഛൻ മദ്യപാനം തുടങ്ങി. മക്കളെ കാര്യമായി ഗൗനിക്കാതെ ക്രൂരമായി മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പിതാവായിരുന്നു അദ്ദേഹം. ബ്ലേക്ക് എന്നായിരുന്നു അയാളുടെ പേര്. എന്തായാലും അന്നത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവര് സ്കൂളിലേക്ക് പുറപ്പെടാൻ ഇറങ്ങുകയാണ്. ഇറങ്ങിച്ചെന്ന് അവർ എത്തിപ്പെട്ടത് തെരുവിൽ നടക്കുന്ന ഒരു ഫൈറ്റിലേക്കായിരുന്നു. സ്കൂളിലെ തന്നെ പ്രധാന ബുള്ളിയായ മൂസ്, റോബിൻ എന്ന പേരുള്ള സ്കൂളിലെ ഹീറോയിക് ക്യാരക്ടറുള്ള ഒരു പയ്യനുമായി ഇടികൂടാൻ തയ്യാറായി നിൽക്കുന്നു. റോബിൻ പതിവ് പോലെ താനൊരു സ്കിൽഡ് ഫൈറ്ററാണെന്ന് തെളിയിച്ചു. മൂസിനെ ഇടിച്ച് അവൻ നിഞ്ച പരുവമാക്കി. എന്തായാലും അവിടം വിട്ട് ഫിന്നിയും സഹോദരിയും കൂടി മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിയിലാണ് അവരവിടെ ഒട്ടിച്ചൊരു പോസ്റ്റർ കാണുന്നത്. ബ്രൂസ് മിസ്സിംഗ് ആണ് എന്ന് കാണിച്ചുള്ള പോസ്റ്റർ ആയിരുന്നു അത്. പോലീസിന്റെ നിഗമനത്തിൽ ബ്രൂസിനെ തട്ടിക്കൊണ്ടുപോയത് നിലവിലെ ലോക്കൽ കിഡ്നാപ്പറായ സൈക്കോ ആയ ദ ഗ്രാബർ ആണ് എന്നും കൂട്ടിച്ചേർത്തിരുന്നു. ഫിന്നി ഒരു പാവം പയ്യനാണ്. അന്ന് സ്കൂളിലെത്തിയ ഫിന്നിയെ ബുള്ളീസായ 3 കുട്ടികൾ വട്ടമിട്ട് വളഞ്ഞു. എന്തിനേറെ പറയുന്നു, ബാത്റൂമിന്റെ ഒരു കോർണറിൽ കൊണ്ടുപോയി അവനെ ഇരുത്തുക പോലും ചെയ്തു. പാവം ഫിന്നിയും വല്ലാതെ ഭയന്നിരുന്നു. അവര് ഫിന്നിയെ ആക്രമിക്കും എന്ന ഘട്ടത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയായിരുന്നു. ഭാഗ്യവശാൽ കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് റോബിൻ കടന്നു വന്നു. റോബിൻ അവരോട് അവിടം വിട്ടു പോവാൻ പറഞ്ഞു. റോബിനെ ഭയമുള്ളത് കൊണ്ട് തന്നെ ആ പയ്യന്മാർ അവിടെ നിന്ന് പോവുകയും ചെയ്തു. റോബിൻ ഫിന്നിയുടെ കൂട്ടുകാരനായിരുന്നു. റോബിൻ എന്നും ഫിന്നിയെ ബുള്ളീസിൽ നിന്ന് രക്ഷപ്പെടുത്തി. പിന്നാലെ അന്ന് ഫിന്നിയോടായി റോബിൻ പറഞ്ഞു, നീ ഇങ്ങനെ ഒളിച്ചു മാറിയാൽ മാത്രം പോരാ, എതിരെ വരുന്നവർക്കെതിരെ തിരികെ നിന്ന് പോരാടാൻ പഠിക്കണം, നിനക്ക് വേണ്ടി നിലകൊള്ളാൻ പഠിക്കണം. അന്ന് തന്നെ മറ്റൊരു കാര്യം കൂടി നടന്നു. ബ്രൂസിന്റെയും മറ്റും കേസ് അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവ്സ് ആയിട്ടുള്ള റൈറ്റ് എന്നും മില്ലർ എന്നും പേരുള്ള 2 പോലീസ് ഡിറ്റക്റ്റീവുകൾ അവരുടെ സ്കൂളിലെത്തി. ഫിന്നിയുടെ സഹോദരി ഗ്വെന്നിനെ കണ്ട് ചോദ്യം ചെയ്യലായിരുന്നു അവരുടെ ഉദ്ദേശം. സംഭവം എന്തെന്നാൽ ഗ്വെൻ സ്വപ്നങ്ങൾ കാണാറുണ്ട്. പലപ്പോഴും നടക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാര്യങ്ങളുടെ സ്വപ്നങ്ങൾ. അതും അവളുമായി ഒരു ബന്ധവുമില്ലാത്തത്. അതൊക്കെ പലപ്പോഴും യാഥാർത്ഥ്യമായി മാറുകയും ചെയ്യാറുണ്ട്. അത്തരത്തിൽ കുട്ടികളുടെ ഈ തട്ടിക്കൊണ്ടുപോകലിനെ പറ്റിയൊക്കെ അവൾ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. അവളത് തന്റെ ഒരു കൂട്ടുകാരിയോട് പറയുകയും ചെയ്തു. അത് കറങ്ങിത്തിരിഞ്ഞ് പോലീസിലെത്തിയതായിരുന്നു. പോലീസ് സംഘം സ്കൂളിലെത്തി ഗ്വെന്നിനെ ചോദ്യം ചെയ്യാൻ കാരണം. പോലീസ് ഓരോന്നും ചോദിച്ചു. പക്ഷെ തന്റെ ഈ സ്വപ്നങ്ങളുടെ പിന്നിലെ കാരണം അറിയില്ലെന്നും തനിക്ക് കൊലപാതകിയെ നേരിട്ടോ അല്ലാതെയോ ഒരു പരിചയമില്ലെന്നും അവൾ പറയുകയും ചെയ്തു. അന്ന് വൈകിട്ട് വീട്ടിലേക്കെത്തിയ ഫിന്നി സിനിമയൊക്കെ കണ്ട് അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. വലിയ ശബ്ദമൊക്കെ കേട്ടാണ് അവൻ ഞെട്ടിയെഴുന്നേക്കുന്നത്. നോക്കുമ്പോ ഗ്വെൻ വല്ലാതെ അലറിക്കരയുന്നു. അച്ഛൻ അവളെ ബെൽറ്റ് കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയാണ്. സംഭവം എന്തെന്നാൽ പോലീസുകാര് ഗ്വെന്നിന്റെ ഈ സ്വപ്നങ്ങളെ പറ്റി ചോദിച്ച് അയാൾ ജോലി നോക്കുന്ന ഇടത്തു ചെന്നിരുന്നു. ബ്ലേക്കിന് അത് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. നീ എന്തിനെ ആവശ്യമില്ലാത്തത് ആവശ്യമില്ലാണ്ട് കാണാനും ആൾക്കാരോട് പറയാനും ഒക്കെ പോകുന്നേ എന്ന് ചോദിച്ചായിരുന്നു ബ്ലേക്കിന്റെ ഉപദ്രവം മുഴുവൻ. ദേഷ്യത്തില് ഗ്വെൻ അയാളുടെ മദ്യക്കുപ്പിയെടുത്ത് താഴേക്കിട്ട് പൊട്ടിച്ചു. അതുകൂടിയായപ്പോ അയാൾക്ക് കലി കയറി. ബ്ലേക്ക് വീണ്ടും ഗ്വെന്നിനെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. അയാള് രോഷത്തിൽ പറഞ്ഞു, നീ കാണുന്ന ഈ സ്വപ്നങ്ങളൊന്നും സത്യമല്ല. നിന്റെ അമ്മയ്ക്കും ഇതേ സ്വഭാവമായിരുന്നു. ഇതുപോലെ സ്വപ്നവും കണ്ടത് വിശ്വസിച്ച അവളോട് പോയി ആത്മഹത്യം ചെയ്ത്. അവൾക്ക് വെളിപാടുണ്ട്. അവൾ പറയുന്നതൊക്കെ സത്യമാണെന്നാ അവൾ കരുതിയിരുന്നെ. എന്തായാലും അച്ഛൻ തല്ലൊക്കെ നിർത്തിപ്പോയപ്പോ ഫിന്നി ഗ്വെന്നിനെ അടുത്തെത്തി അവളെ സമാധാനിപ്പിച്ചു. അടുത്ത ദിവസം മറ്റൊന്നുകൂടി സംഭവിച്ചു. റോബിൻ അന്ന് തെരുവിലൂടെ നടന്നു പോവുകയായിരുന്നു. ഈ സമയം കുറച്ച് അകലെയായി മുമ്പിലൊരു
വണ്ടി നിൽക്കുന്ന കണ്ടു. തൊട്ടടുത്ത് മജീഷിനെ പോലെ മാസ്ക് ഒക്കെ വെച്ച് ഒരു വ്യക്തിയുമുണ്ട്. അത് ഏവരും ഭയക്കുന്ന ആ സൈക്കോ കില്ലർ ഗ്രാബർ ആയിരുന്നു. അയാളുടെ കയ്യിൽ കറുത്ത ബലൂണുകളും ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, റോബിന്റെ തിരോധാന വാർത്ത നാടൊട്ടുക്കും പരക്കുകയാണ്. പ്രദേശത്തെ മാതാപിതാക്കൾ അതോടെ കൂടുതൽ വറിയിടാവാൻ ആരംഭിച്ചിരുന്നു. പോലീസ് ആ പരിസരങ്ങളൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യാനും അന്വേഷിക്കാനും ഒക്കെ തുടങ്ങി. അടുത്ത ദിവസമായപ്പോ റോബിന്റെ തിരോധാനത്തോടെ ഫിന്നിയുടെ അവസ്ഥ കൂടുതൽ മോശമായി. സ്കൂൾ ബുള്ളീസ് അവനെ ഓടിച്ചിട്ടും മർദ്ദിക്കാനും മറ്റും ആരംഭിച്ചു. ഇത്തവണ രക്ഷപ്പെടുത്താൻ റോബിൻ അവന്റെ കൂടെയില്ലല്ലോ. എന്തിനേറെ പറയുന്നു, ഫിന്നിയുടെ സഹോദരി ഗെൻ തന്റെ സഹോദരനെ സംരക്ഷിക്കാൻ ഓടിയെത്തിയെങ്കിലും ബുള്ളീസിന്റെ അടുത്ത് നിന്ന് അവൾക്കും നല്ല രീതിയിൽ മർദ്ദനമേറ്റു. ആരോടെന്ത് പറയാനാണ്, അവനത് സഹിക്കുകയല്ലാതെ വഴിയുണ്ടായിരുന്നില്ല. എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അവൻ പോയി. അന്ന് അവന്റെ അരികിൽ വന്നിരുന്നത് അവന്റെ ക്രഷായ ആനയായിരുന്നു. സയൻസ് ക്ലബിന്റെ ഭാഗമായുള്ള പ്രോജക്റ്റിന് ആനയ്ക്കൊപ്പം ടീമാവാൻ അവന് സാധിച്ചിരുന്നു. കാര്യം ക്രഷൊക്കെയാണെങ്കിലും അവളോട് സംസാരിക്കാൻ പോലും ഫിന്നിക്ക് മടിയാണ്. സത്യം പറഞ്ഞാൽ പേടിയാണ്. ഫിന്നി മർദ്ദിക്കപ്പെട്ടതിൽ അവൾക്ക് ഫിന്നിയോട് സഹതാപമുണ്ടായിരുന്നു. അവളത് അവനോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. അന്ന് വൈകിട്ട് സ്കൂളൊക്കെ കഴിഞ്ഞ് ഫിന്നിയും ഗുന്നും വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ ഗുന്നിനെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ട് ഫിന്നി മറ്റൊരു വഴിക്കായി തിരിഞ്ഞു. പോകുന്ന വഴിയിൽ ഒരു വാനിനടുത്തുള്ള ഒരു വ്യക്തിക്കടുത്തേക്ക് ഫിന്നി എത്തിച്ചേരുകയാണ്. അയാൾ ഗ്രോസറീസ് ഒക്കെ എടുത്ത് പുറത്തിറങ്ങിയപ്പോ അത് വീണുപോയ പോലെ നിൽക്കുമായിരുന്നു. അയാളെ കണ്ടാൽ ഒരു മജീഷ്യന്റെ ലുക്കൊക്കെയുണ്ട്. അയാൾക്കടുത്തേക്ക് ഫിന്നി ചെന്നു. അയാള് തന്റെ വാന്റെ ബാക്ക് ഡോർ തുറന്നു. അതിനകത്തതാ ഒരു കൂട്ടം ബ്ലാക്ക് ബലൂണുകൾ. ആ നിമിഷം ഫിന്നി അത് ഗ്രാബറാണെന്ന് തിരിച്ചറിഞ്ഞു. ഫിന്നിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പേ ഗ്രാബർ അവനെ കടന്നു പിടിച്ചു. അവന്റെ വായിലേക്ക് മയക്കുമരുന്ന് സ്പ്രേ ചെയ്ത് അവനെ തട്ടിക്കൊണ്ടുപോയി. അന്ന് രാത്രി വൈകി ഗന്നിന് ഒരു ഫോൺ കോൾ വന്നു. അച്ഛനായിരുന്നു വിളിച്ചത്. പിന്നെ ഇതുവരെ വീട്ടിലെത്തിയില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇല്ലെന്നായിരുന്നു ഗൻ പറഞ്ഞത്. ഉടനടി അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അധികം വൈകാതെ പോലീസ് സംഘം അങ്ങോട്ടേക്കെത്തി. ഫിന്നിയുടെ മിസ്സിംഗ് കാര്യം പോലീസ് തന്നെയായിരുന്നു അവരെ അറിയിച്ചത്. ഗ്രാബർ ഫിന്നിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ബ്രൂസിനെയും റോബിനെയും പോലെ തന്റെ സഹോദരനും മിസ്സിംഗ് ആയി എന്നറിഞ്ഞതും ഗന്നാകെ പരിഭ്രാന്തിയായിരുന്നു. ഇതേ സമയം ഫിന്നിക്ക് ബോധം തെളിയുകയാണ്. ഫിന്നി അപ്പോൾ ഉണ്ടായിരുന്നത് അടച്ചിട്ട നിലയിൽ ഒരു അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റിലായിരുന്നു. സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള ആ ബിൽഡിംഗിൽ ചുറ്റിലും നോക്കിയപ്പോൾ ഒരു പഴയ വയറ് കട്ട് ചെയ്ത ടെലിഫോൺ അല്ലാതെ മറ്റൊന്നും കാണുവാൻ അവന് സാധിച്ചതുമില്ല. ആ ബേസ്മെന്റിൽ ചെറിയൊരു വിൻഡോ ഉണ്ട്. അവൻ അവിടെ നിന്ന് അലറി വിളിച്ചെങ്കിലും പുറത്താരും അവന്റെ ശബ്ദം കേൾക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് ഗ്രാബർ മാസ്ക് ഒക്കെ വെച്ച് അങ്ങോട്ടേക്ക് കടന്നു വന്നു. അവൻ ഒച്ചയുണ്ടാക്കുന്നതൊക്കെ കണ്ട് അവനെ കളിയാക്കി. നീ ഒരു സ്പെഷ്യൽ കേസാണെന്നും ഇവിടെ അടങ്ങിയൊതുങ്ങി കഴിയുന്നവരെ നിനക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്നും ഗ്രാബർ അവനോടായി പറഞ്ഞു. എന്തായാലും ഗ്രാബർ പോയപ്പോ ഫിന്നി ബേസ്മെന്റിൽ തന്നെ തുടരാൻ തുടങ്ങി. എന്തു ചെയ്യുന്നവനൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് വയറൊക്കെ കട്ട് ചെയ്ത് ആ പഴയ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത്. ഫിന്നിക്ക് ആദ്യം കുറച്ച് ഭയം തോന്നി. അവൻ കോൾ അറ്റൻഡ് ചെയ്തപ്പോ മറുവശത്തുനിന്ന് ആരും സംസാരിക്കുന്നില്ല. അവൻ ഫോൺ വെച്ച് വീണ്ടും ഇരുന്നു. വീണ്ടും ഫോൺ റിങ് ചെയ്തു. ഇത്തവണ ഫിന്നി എടുത്തു. പക്ഷേ ഇത്തവണ മറുവശത്തുനിന്ന് സംസാരം കേൾക്കുകയാണ്. സംസാരിക്കുന്നതാകട്ടെ ഗ്രാബർ മുമ്പ് തട്ടിക്കൊണ്ടുപോയി കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ബ്രൂസ് ആയിരുന്നു. ബ്രൂസ് അവന്റെ പിച്ചിങ് സ്കില്ലിനെ പറ്റിയും ബോളറിനതിനെ പറ്റിയൊക്കെ പുകഴ്ച സംസാരിച്ചു. പക്ഷെ ബ്രൂസ് സ്വന്തം പേര് പോലും മറന്നുപോയിരുന്നു. പിന്നാലെ ഫിന്നിക്ക് ബ്രൂസ് ഒരു ടിപ്പ് പറഞ്ഞു കൊടുത്തു. ആ ഗ്രൗണ്ടിലെ ഒരു ടൈലിളക്കിയാൽ അവന് കുഴിക്കാൻ പറ്റുന്ന ഒരു ഇടം കിട്ടും. അതുവഴി കുടിച്ച് അവന് വേണമെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. ബ്രൂസ് പറഞ്ഞത് ശരിയാണോ എന്ന് ഫിന്നി പരിശോധിച്ചു. പറഞ്ഞ പോലെ അവിടെ ഇളകിയ ഒരു ടൈലുണ്ട്. അത് മാറ്റി ആ ഭാഗത്ത് ഫിന്നി കുഴിക്കാൻ തുടങ്ങി. കുഴിച്ചെടുക്കുന്ന മണ്ണ് അവിടുത്തെ ടോയ്ലറ്റിൽ കലക്കി അവൻ ടാങ്കിലേക്ക് വിട്ടു. എങ്ങനെയും രക്ഷപ്പെട്ടു പോണം എന്നത് മാത്രമായിരുന്നു ഫിന്നിയുടെ മനസ്സിൽ. ഇതേസമയം മറുവശത്ത് ഗന്നാകട്ടെ പഴയതുപോലെ സ്വപ്നങ്ങൾ കാണുകയായിരുന്നു. അന്നവൾ കണ്ടത് ബ്രൂസിന്റെ ലൈഫായിരുന്നു. ബ്രൂസിന്റെ കുട്ടിക്കാലം. ചെറുപ്പം മുതലേ ബേസ്ബോളിലൊക്കെ വളരെയധികം താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു ബ്രൂസ്. ബ്രൂസിനെ ഗ്രാബർ തട്ടിക്കൊണ്ടുപോകുന്നത് ഗൻ സ്വപ്നത്തിൽ കണ്ടു. മാത്രമല്ല ഫിന്നി ഗ്രാബറുടെ അടുത്ത് നിന്ന് ഒരു ബ്ലാക്ക് ഡോർ ഒക്കെ തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സ്വപ്നവും അവൾ കാണുകയുണ്ടായി. അതിലെ വീട്ടു നമ്പറും അവൾ ഓർത്തിരുന്നു. 1242 എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. രാത്രിയിൽ എഴുന്നേറ്റ ഗൻ പുറത്തേക്ക് സൈക്കിൾ ചവിട്ടിയിറങ്ങി ആ വീട് കണ്ടെത്താൻ ശ്രമം നടത്തിയെങ്കിലും അത് കണ്ടെത്താൻ അവൾക്ക് സാധിച്ചില്ല. അടുത്ത ദിവസം ഗ്രാബർ വീണ്ടും ഫിന്നിയുടെ അടുത്തേക്ക് എത്തി. ഇത്തവണ ഫുഡും ഒരു സോഡയും ഒക്കെ പുള്ളിയുടെ കൈവശമുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ മടങ്ങിപ്പോയപ്പോ ഗ്രാബർ റൂം ലോക്ക് ചെയ്തിരുന്നില്ല. ലോക്ക് തുറന്ന് പുറത്തേക്ക് കടക്കാൻ ഫിന്നി ശ്രമിച്ചു. പക്ഷെ പെട്ടെന്നാണ് വീണ്ടും ഫോൺ റിങ് ചെയ്തത്.
ഫിന്നി ചെന്ന് കോൾ അറ്റൻഡ് ചെയ്തു. ഇത്തവണ ഫോണിലൂടെ സംസാരിച്ചത് ബില്ലി എന്ന പയ്യനായിരുന്നു. ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ് ആയിരുന്ന ഗ്രാബർ മുമ്പ് തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ അതേ ബില്ലി തന്നെ. ആ നിമിഷം ഫിന്നി തിരിച്ചറിഞ്ഞു തന്നോട് ഫോണിലൂടെ സംസാരിക്കുന്നത് മുമ്പ് ഗ്രാബറെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ പയ്യന്മാരുടെ പ്രേതങ്ങളാണ്. തന്റെ തൊട്ടടുത്തായി ബില്ലിയുടെ പ്രേതത്തെ ഫിന്നി നോക്കി കണ്ടു. മുഖത്ത് വലിയ മുറിവുമായി അവൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഫിന്നിയോട് പറഞ്ഞു, ഡോറിങ്ങനെ ലോക്ക് ചെയ്യാതിടുന്നത് ഒരു ട്രാപ്പാണ്. നീ മുകളിലേക്ക് കയറി ചെന്നാൽ മുകളിൽ കത്തിയുമായി അയാൾ കാത്തു നിൽക്കുന്നുണ്ടാകും. ബെൽറ്റിനടിച്ച് നിന്നെ ഒടുവിൽ കൊലപ്പെടുത്തും. ബില്ലിയുടെ വാണിംഗ് ഉണ്ടെങ്കിലും പതിയെ ഫിന്നി മുകളിലേക്കൊന്ന് കയറി ചെന്നു. പക്ഷേ അവൻ പുറത്തേക്ക് കടന്നില്ല. ബില്ലിയുടെ വാണിംഗ് അവന് ഓർമ്മയുണ്ടായിരുന്നല്ലോ. അവൻ തിരികെ വന്ന് ഗ്രാബർ കൊണ്ടുവന്ന് വെച്ച ഭക്ഷണം കഴിച്ചു. ബില്ലി പറഞ്ഞത് ശരിയായിരുന്നു. അവൻ ആ ഭക്ഷണം അങ്ങനെ കഴിച്ചിരിക്കുന്ന സമയത്ത് മുകൾ നിലയിലെ മുറിയിൽ കയ്യിൽ ബെൽറ്റും കത്തിയുമായി ഗ്രാബർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ഗ്വെൻ അടുത്ത സ്വപ്നം കണ്ടു. ബില്ലി ന്യൂസ് പേപ്പർ ഡെലിവറിക്ക് പോയപ്പോ ഗ്രാബർ അവനെ തട്ടിക്കൊണ്ടുപോയതായിരുന്നു അവൾ കണ്ടത്. മാസ്ക് വെച്ച് കറുത്ത ബലൂൺ പിടിച്ച ഗ്രാബറെ സ്വപ്നത്തിൽ അവൾ വ്യക്തമായി കണ്ടു. അധികം വൈകാതെ ബേസ്മെന്റിലുണ്ടായിരുന്ന ഫിന്നിക്ക് വീണ്ടും ബില്ലിയുടെ പ്രേതത്തിന്റെ കോൾ വന്നു. ബില്ലി പറഞ്ഞു, അവിടെ ഭിത്തിയിലൊരു ക്രാക്കുണ്ട്. ആ ക്രാക്കിനുള്ളിൽ ഞാനൊരു കേബിൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ആ കേബിൾ വെച്ച് മുകളിലെ ജനൽ വലിച്ച് താഴെയിട്ടാൽ അതുവഴി നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. ഭിത്തി വിടവിൽ ഫിന്നി സെർച്ച് ചെയ്ത് ഒടുവിൽ ആ കേബിൾ കണ്ടെത്തി. കേബിൾ വെച്ച് ആ വെന്റിലേറ്റർ ജനലിൽ അവൻ കുരുക്കുറപ്പിച്ചു. അതെടുത്തു മാറ്റി പുറത്തു കിടക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും അത് പൊളിഞ്ഞ് നേരെ താഴേക്ക് വീണു. ഫിന്നിയും അകത്തേക്ക് വീഴുകയായിരുന്നു. അന്ന് രാത്രിയിൽ ഗ്വന്നാകട്ടെ തന്റെ അച്ഛന്റെ അടുത്ത് ചെന്നു. താൻ കണ്ട സ്വപ്നങ്ങളെപ്പറ്റിയും അതിന്റെ സാധ്യതകളെപ്പറ്റിയും പറഞ്ഞു. അന്ന് പക്ഷേ അവളുടെ അച്ഛൻ കുറച്ച് ശാന്തനായിരുന്നു. അച്ഛൻ പറഞ്ഞു, മോളെ, നിന്റെ അമ്മയും ഇതുപോലെ നിന്നെപ്പോലെ സ്വപ്നങ്ങൾ കാണുമായിരുന്നു. അതൊക്കെ സത്യമാണെന്ന് അവൾ വിശ്വസിച്ചിരുന്നേ. ഏറ്റവും ഒടുവിൽ അങ്ങനത്തെ സ്വപ്നങ്ങൾ കണ്ട് ഒടുവിലും മാനസികമായി ബുദ്ധിമുട്ടുണ്ടായ അവൾ ആത്മഹത്യ ചെയ്ത്. മോളും അത്തരത്തിലായിപ്പോകുമോ എന്നച്ഛന് ഭയമുണ്ട്. അതുകൊണ്ടാ അച്ഛനെന്ന് മോളെ അടിക്കുകയുമൊക്കെ ചെയ്തത്. പക്ഷേ ഗ്രൻ അച്ഛനോട് ഫിന്നിയുടെ കാര്യവും വീടിന്റെ കാര്യവും ഒക്കെ പറഞ്ഞു. കുറെ സംസാരിച്ചപ്പോ ഗ്വൻ പറഞ്ഞത് അംഗീകരിച്ച് പുറത്ത് തിരച്ചിൽ നടത്താം എന്നച്ഛൻ സമ്മതിച്ചു. അവർ പുറത്തിറങ്ങി ആ വീട് തിരയാൻ തുടങ്ങി. പക്ഷേ അന്നും വീട് കണ്ടുകിട്ടിയില്ല. ഇതേസമയം മറുവശത്ത് ആ പ്രദേശത്ത് താമസിക്കുന്ന കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള മാക്സ് എന്നൊരു യുവാവിനെ കേസ് അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവുകൾ ചെന്ന് കാണുകയായിരുന്നു. അയാള് ഗ്രാബറിന്റെ കേസിൽ കൂടുതൽ താല്പര്യം കാണിച്ച് ഗ്രാബറെ പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. മാക്സ് ആ ഓഫീസേഴ്സിനെ വീടിനകത്തേക്ക് ക്ഷണിക്കുകയും തന്റെ ഫൈൻഡിങ്സുകളൊക്കെ താൻ വരച്ചു വെച്ചിരിക്കുന്ന ചാർട്ടും മറ്റും കാണിച്ച് അവരോട് വിശദീകരിക്കുകയും ചെയ്തു. എല്ലാ കുട്ടികളും തട്ടിക്കൊണ്ടുപോകപ്പെട്ടത് മിക്കവാറും സ്കൂൾ കഴിഞ്ഞു വന്നപ്പോഴാണ്. മാത്രമല്ല തട്ടിക്കൊണ്ടുപോകപ്പെട്ട കുട്ടികളൊക്കെയും ഒരേ പ്രദേശത്ത് നിന്നുള്ളവരും. അതിനർത്ഥം കിഡ്നാപ്പർ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും എന്നാണ് മാക്സ് തന്റെ കണ്ടെത്തൽ വിശദീകരിച്ചു. മാക്സ് മുമ്പ് തൊട്ട് എവിടെയാണോ താമസിക്കുന്നത് എന്ന് ഡിറ്റക്റ്റീവുകൾ ചോദിച്ചു. അല്ലെന്നും ഇതെന്റെ സഹോദരന്റെ വീടാണെന്നും താൻ ഇങ്ങോട്ടേക്ക് മാറിയിട്ട് കുറച്ചു നാളുകളേ ആയുള്ളൂ എന്നുമായിരുന്നു മാക്സ് പറഞ്ഞത്. അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പോലീസ് ഡിറ്റക്റ്റീവ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഈ അന്വേഷണം തുടർന്നോളൂ. എന്തെങ്കിലും ലീഡ് കിട്ടിയാൽ ഞങ്ങളെ കൂടി ഒന്ന് അറിയിച്ചേക്കണം. മറുവശത്ത് ബേസ്മെന്റിൽ ഗ്രാബർ വീണ്ടും ഫുഡുമായി കടന്നു വന്നു. ഫിന്നിയോട് അവന്റെ പേര് ചോദിച്ചു. ഫിന്നി പക്ഷെ നുണയായിരുന്നു പറഞ്ഞത്. ഉടനടി ഗ്രാബർ തന്റെ കയ്യിലുള്ള പേപ്പർ എടുത്ത് ഫിന്നിക്ക് മുമ്പിലേക്ക് ഇട്ടു. അതിൽ ഫിന്നി മിസ്സിംഗ് ആണ് എന്ന വാർത്തയുണ്ടായിരുന്നു. ഫിന്നി തന്നോട് സത്യം പറയുമോ എന്ന് ഗ്രാബർ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. ഫിന്നി പറഞ്ഞ കളവ് ഗ്രാബറിനെ ചൊടിപ്പിച്ചിരുന്നു. അന്നും ഗ്രാബർ വാതിൽ തുറന്നിട്ടായിരുന്നു മുകളിലേക്ക് പോയത്. ഇത്തവണ ഫിന്നി എഴുന്നേറ്റ് വാതിൽ തുറക്കാൻ പോയപ്പോ വീണ്ടും ഫോൺ കോൾ വന്നു. പക്ഷെ ഇത്തവണ വന്ന കോൾ ഗ്രിഫിൻ എന്ന പേരുള്ള ഒരു പയ്യന്റേതായിരുന്നു. ഫിന്നിയുടെ പിന്നിലായി പറന്നുയരുന്ന തരത്തിൽ അവന്റെ പ്രേതവും പ്രത്യക്ഷപ്പെട്ടു. ഗ്രിഫിൻ ഫിന്നിയോട് പറഞ്ഞു, ഇതെല്ലാം അയാളുടെ തന്ത്രങ്ങളാണ്. അയാള് നീയുമായി കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വരുന്ന കുട്ടികളെയൊക്കെ നോട്ടി ബോയ് എന്നും ഇന്റലിജന്റ് ബോയ് എന്നൊക്കെ വിളിച്ച് അവരെ പിരികേറ്റി തന്റെ മുമ്പിലേക്ക് എത്തിച്ച് ഗെയിം കളിച്ച് കൊലപ്പെടുത്തലാണ് അയാളുടെ വിനോദം. ഞാനവിടെ ഭിത്തിയിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് എഴുതിയിട്ടിട്ടുണ്ട്. അതാണ് പുറത്തു കടക്കാനുള്ള ലോക്കിന്റെ നമ്പർ. മൊത്തമായി ആ നമ്പർ ഓർത്തെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുപയോഗിച്ച് ചിലപ്പോൾ നിനക്ക് ലോക്ക് തുറക്കാൻ പറ്റും. രക്ഷപ്പെട്ടു പോവാൻ നോക്ക്. ഫിന്നി എന്തായാലും അവസരത്തിന് കാത്തിരിക്കാൻ തീരുമാനിച്ചു. ഗ്രാബർ ഉറങ്ങിക്കഴിഞ്ഞാലല്ലേ എന്തെങ്കിലും പറ്റൂ. ഫിന്നി കാത്തിരുന്നു. അങ്ങനെ രാത്രിയുടെ മധ്യത്തിൽ ഫിന്നി പതിയെ സ്റ്റെപ്പ് കയറി മുകളിലെത്തി. ഒളിഞ്ഞു നോക്കിയപ്പോ ഗ്രാബർ ഉറങ്ങുകയാണ്. ഫിന്നി കടന്ന് ലോക്കിലെ കോമ്പിനേഷൻസ് ഉപയോഗിക്കാൻ തുടങ്ങി. ഒടുവിൽ കുറച്ചു നേരത്തെ ശ്രമത്തിനൊടുവിൽ ലോക്ക് ക്ലിക്ക് ശബ്ദത്തോടെ തുറന്നു. ഫിന്നി പുറത്തു കിടക്കാൻ തുടങ്ങിയതും ഗ്രാബറിന്റെ നായ സാംസൺ വലിയ തോതിൽ കുരയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഫിന്നി ഒരു തരത്തിൽ പുറത്തിറങ്ങി പുറത്തേക്ക് ഓടാൻ
തുടങ്ങി. പട്ടിയുടെ കുരകേട്ടെഴുന്നേറ്റിരുന്ന ഗ്രാബർ ഫിന്നിയുടെ പിന്നാലെ ഓടി ചെന്നു. ഒരിടത്ത് വെച്ച് അവനെ പിടികൂടി താഴെ വീഴ്ത്തി. ഈ സമയം ബഹളം കേട്ട് അയൽവക്കക്കാരൻ വീടിന്റെ മുമ്പിലെ ലൈറ്റ് തെളിയിച്ചിരുന്നു. ഫിന്നി ഒച്ചയുണ്ടാക്കാതിരിക്കാൻ ഗ്രാബർ അവന്റെ കഴുത്തിൽ കത്തിവെച്ചു. ഒച്ചയുണ്ടാക്കിയാൽ കഴുത്തറക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഫിന്നി അതോടെ അനങ്ങിയില്ല. പുറത്തെ ഒച്ചയില്ലാതായതും അയൽവക്കക്കാരൻ ലൈറ്റ് കെടുത്തി. ഗ്രാബർ ഫിന്നിയെ വീണ്ടും കൊണ്ടുവന്ന് ബേസ്മെന്റിലേക്ക് തള്ളി. വൈകാതെ ആ ഫോൺ വീണ്ടും ശബ്ദിച്ചു. ഇത്തവണ ഫിന്നി സംസാരിച്ചപ്പോൾ കേട്ട ശബ്ദം വാൻ ഹോപ്പർ എന്ന പേരുള്ള ഒരു യുവാവിന്റേതായിരുന്നു. ആ പ്രദേശത്തെ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു വാൻ ഹോപ്പർ. മറുവശത്ത് ഡെൻ വാൻ ഹോപ്പറിന്റെ പാസ്റ്റ് തന്റെ സ്വപ്നത്തിൽ കണ്ടു. വാൻസ് ഒരിക്കൽ ഒരു സംഘം കുട്ടികളുമായി പ്രശ്നമുണ്ടാക്കി വലിയ ഫൈറ്റിലേർപ്പെട്ടു. അന്ന് ആ ഫൈറ്റിന്റെ പേരിൽ വാൻസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോവുകയും ചെയ്തിരുന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോഴാണ് വാൻസിനെ ഗ്രാബർ തട്ടിക്കൊണ്ടുപോയതും മറ്റും. വാൻസും കൊല്ലപ്പെട്ടിരുന്നു. വാൻസ് ഫിന്നിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഭിത്തിയുടെ ഒരു ഭാഗത്ത് വീക്കാണെന്നും അവിടം തകർത്ത് അതുവഴി അടുക്കള ഭാഗത്തേക്ക് ഫ്രിഡ്ജിന്റെ ഭാഗത്തേക്ക് കടന്നു ചെല്ലാൻ അവന് പറ്റുമെന്നും ഫ്രിഡ്ജിന്റെ ഡോർ തകർത്താൽ അവന് പുറത്തു കടന്ന് രക്ഷപ്പെടാം എന്നും അവൻ പറഞ്ഞിരുന്നു. വാൻസ് പറഞ്ഞ പോലെ ഭിത്തി തുറന്ന് അകത്തേക്ക് കടന്ന് രക്ഷപ്പെടാൻ ഫിന്നി ശ്രമിച്ചു. അവൻ അടുക്കളയിലെ ഫ്രിഡ്ജിന്റെ പുറകുവശത്തും എത്തി. പക്ഷേ ആ ഡോർ തുറക്കാൻ എന്തു ചെയ്തിട്ടും അവന് സാധിച്ചില്ല. മറുവശത്തു നിന്നും അത് ലോക്കഡായിരുന്നു. അതോടെ ഫിന്നിയാകെ വല്ലാതായി. താനും അവിടെ കിടന്നു മരിക്കുമോ എന്ന ഭയം അവനെ വല്ലാതെ തളർത്തി. അവൻ കരയുക പോലും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ഫോൺ റിങ് ചെയ്തു. ഇത്തവണ വന്നതാകട്ടെ റോബിനായിരുന്നു. ബുള്ളികളിൽ നിന്ന് അവനെ എന്നും സംരക്ഷിച്ചിരുന്ന അവന്റെ ആ കൂട്ടുകാരൻ റോബിൻ. റോബിൻ ഫിന്നിയോട് പറഞ്ഞു, എല്ലായ്പ്പോഴും നീ എന്റെ സുഹൃത്തായിരുന്നു. മുമ്പുണ്ടായതുപോലല്ല. നിനക്ക് വേണ്ടി നീ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ അതിനുള്ള ശക്തിയാർജിക്കണം. ധൈര്യത്തോടെ എതിരിടാൻ മനസ്സിനെ പാകപ്പെടുത്തണം. ആ ഫോൺ തന്നെ നിന്റെ ആയുധമായി ഉപയോഗിക്കാൻ റോബിൻ ഫിന്നിയെ ഉപദേശിച്ചു. അതിന്റെ റിസീവർ എടുത്ത് അത് തുറന്ന് അതിൽ മണല് നിറച്ച് ആക്രമിക്കാൻ പാകത്തിന് അതിനെ ശക്തിപ്പെടുത്താൻ റോബിൻ ഫിന്നിയോട് പറഞ്ഞു. ഫിന്നി അത്തരത്തിൽ പ്രവർത്തിച്ചു. മാത്രമല്ല റോബിന്റെ പ്രേതം എങ്ങനെ പഞ്ച് ചെയ്യണം എന്ന കാര്യത്തിൽ ഫിന്നിക്ക് കുറച്ച് ട്രെയിനിങ്ങും കൊടുത്തു. ഇതേ സമയം മറുവശത്ത് ഗവന്നാകട്ടെ ഫിന്നിയുള്ള ആ വീട് കണ്ടെത്താൻ വേണ്ടി സൈക്കിൾ ചവിട്ടി തിരച്ചിലായിരുന്നു. വീട് നമ്പർ ഓർത്തുകൊണ്ട് അവൾ സൈക്കിൾ ചവിട്ടി മുമ്പോട്ട് പോവേ പെട്ടെന്ന് അവളുടെ മുമ്പിൽ കൊല്ലപ്പെട്ട പയ്യന്മാരുടെ പ്രേതങ്ങൾ നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ സൈക്കിളിൽ നിന്ന് വീഴുകയും ചെയ്തു. പെട്ടെന്ന് തൊട്ടെതിർവശത്ത് അവൾ ആ വീട് കണ്ടു. അവൾ സ്വപ്നത്തിൽ കണ്ട അതേ വീട്, ഗ്രാബറിന്റെ വീട്. ഉടനടി അവൾ ഫോണെടുത്ത് പോലീസിനെ വിളിച്ചു. താൻ കണ്ടെത്തിയ വീടിന്റെയും മറ്റും ഡീറ്റെയിൽസ് പറഞ്ഞു. പോലീസ് മുട്ടും മടിച്ചില്ല. വേഗം ആ വീട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു. ഇതേസമയം മറുവശത്ത് കേസ് അന്വേഷിക്കുന്ന എക്സെൻട്രിക് അയൽക്കാരൻ മാക്സ് ആകട്ടെ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച ശേഷം മാപ്പിലേക്ക് വല്ലാതെ നോക്കുകയായിരുന്നു. പെട്ടെന്ന് അവനെല്ലാത്തിനും ഒരു കണക്ഷൻ തോന്നി. കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് തന്റെ ഇതേ വീട്ടിലായിരിക്കുമോ എന്ന രീതിയിൽ അയാൾക്ക് സംശയം അനുഭവപ്പെട്ടു. ഗ്രാബർ മാക്സിന്റെ സഹോദരനായിരുന്നു. ആ വീട്ടിൽ അവൻ പരിശോധിച്ചു. അപ്പോഴാണ് ബേസ്മെന്റ് കണ്ടത്. ബേസ്മെന്റിലേക്ക് മാക്സ് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി. ബേസ്മെന്റ് ഡോർ തുറന്നതും അകത്തത ഫിന്നി ബന്ദിയായിട്ടുണ്ട്. ഞെട്ടലോടെയായിരുന്നു മാക്സ് അത് കണ്ടത്. പക്ഷേ മാക്സിനെ തിരിച്ചു പോവാൻ പറ്റുന്നതിന് മുമ്പേ കോടാലിയുമായി പിന്നിലെത്തിയിരുന്ന ഗ്രാബർ മാക്സിനെ വെട്ടിക്കൊലപ്പെടുത്തി. മാക്സ് പിന്നാലെ അതേ കോടാലിയുമായി ഫിന്നിയെ ആക്രമിക്കാൻ തയ്യാറെടുത്ത് മുമ്പോട്ട് ചെന്നു. അത് തനിക്ക് വിവരങ്ങൾ തന്ന ഗോസ്റ്റുകളുടെ സഹായത്തോടെ ഫിന്നി മുൻകൂട്ടി കണ്ടിരുന്നു. അതിനുവേണ്ടി ചില കെണികളും ഫിന്നി അവിടെ ഒരുക്കിയിരുന്നു. ഗ്രാബർ മുന്നോട്ട് വന്നതും താൻ കെട്ടിയിട്ടിരുന്ന വയറെടുത്ത് അവൻ വലിച്ചു പിടിച്ചു. ഗ്രാബർ അതിൽ തട്ടി മുമ്പോട്ട് വീണു. മുമ്പിൽ അവനുണ്ടാക്കിയ കുഴി കുത്തിയെടുത്ത് താഴെ ജനലിന്റെ ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിരുന്നു. അതിലേക്കായിരുന്നു ഗ്രാബർ വീണത്. ആ വീഴ്ചയിൽ ഗ്രാബറിന്റെ കാലൊടിഞ്ഞു. ആ നിമിഷത്തെ അഡ്വാൻറ്റേജ് മുതലാക്കിയ ഫിന്നി റോബിൻ പറഞ്ഞ പോലെ തയ്യാറാക്കിയ ഫോൺ റിസീവർ ഉപയോഗിച്ച് ഗ്രാബറെ കനത്ത രീതിയിൽ ആക്രമിച്ചു. ഒരു ഘട്ടത്തിൽ അവിടുണ്ടായിരുന്ന വയർ ഗ്രാബറിന്റെ കഴുത്തിൽ ചുറ്റിമുറുക്കി വലിച്ചു. ഒടുവിൽ ആ ഫോൺ ഒരിക്കൽ കൂടി ശബ്ദിക്കുകയാണ്. ഇത്തവണ ആ ഫോണിൽ നിന്ന് വരുന്ന ശബ്ദം ഫിന്നി ഗ്രാബറെ കേൾപ്പിച്ചു. ഗ്രാബർ കൊന്ന എല്ലാ കുട്ടികളുടെയും പ്രേതങ്ങളുടെ ശബ്ദം. അവർ ഗ്രാബറെ വലിയ തോതിൽ അധിക്ഷേപിക്കുന്നുണ്ടായിരുന്നു. തങ്ങൾക്ക് വേണ്ടി ഫിന്നി തങ്ങളുടെ പ്രതികാരം നിർവഹിക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടിരുന്നു. ഒടുവിൽ ഫിന്നി തന്നെ ഗ്രാബറെ കൊന്നുകളഞ്ഞു. പിന്നാലെ പുറത്തെത്തി ഫ്രീസറിൽ നിന്ന് ഒരു ഇറച്ചി കഷ്ണമെടുത്ത് ഗ്രാബറിന്റെ നായ്ക്കും ഇട്ടുകൊടുത്ത് അതിനെ ഡിസ്ട്രാക്ട് ചെയ്ത് ഫിന്നി പുറത്തേക്ക് കടന്നു. ഇതേസമയം മറുവശത്ത് ഡിറ്റക്റ്റീവുകൾ ഗൻ പറഞ്ഞ വീടത്തെ സെർച്ച് ചെയ്യുകയായിരുന്നു. അതിന്റെ ബേസ്മെന്റിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ അവർക്ക് കാണാൻ സാധിച്ചത് 5 കുഴിമാടങ്ങളായിരുന്നു. ഗ്രാബർ മുമ്പ് കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ 5 കുട്ടികളുടെ കുഴിമാടങ്ങൾ. ഫിന്നി അവിടെ ഉണ്ടായിരുന്നില്ല. മറുവശത്ത് ഫിന്നിയാകട്ടെ മെയിൻ ഡോറിനടുത്തെത്തി കോമ്പിനേഷൻ ഓഫ് ലോക്ക് വെച്ച് ഡോർ തുറന്ന് പുറത്തിറങ്ങി. പോലീസ് പരിശോധിച്ചിട്ടുണ്ടിരുന്ന വീടിന്റെ നേരെ എതിർവശത്തെ വീട്ടിലായിരുന്നു ഫിന്നി ഉണ്ടായിരുന്നത്. പുറത്തുണ്ടായിരുന്ന ഗ്വൻ ഫിന്നിയെ നോക്കിക്കണ്ടു. ഫിന്നിക്കടുത്തേക്ക്
ഓടിച്ചെന്ന് ഗൻ ഫിന്നിയെ കെട്ടിപ്പിടിച്ചു. പിന്നാലെ ഒതോറിറ്റീസ് ആ 2 കുട്ടികളെയും ടേക്ക് കെയർ ചെയ്തു. കുറച്ചു കഴിഞ്ഞതും വിവരമറിഞ്ഞ അവരുടെ അച്ഛൻ ബ്ലേക്ക് അങ്ങോട്ടേക്ക് ഓടിയെത്തി. മക്കളെ കെട്ടിപ്പിടിച്ച് അയാൾ കരഞ്ഞു. അവരെ ഇതുവരെ നല്ല രീതിയിൽ ശ്രവിക്കാതിരുന്നതിനും അവരോട് ദുഷ്ടതയോടെ പെരുമാറിയതിനും അയാൾ അവരോട് ക്ഷമ ചോദിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫിന്നി നേരെ സ്കൂളിലേക്ക് ചെല്ലുകയാണ്. ഗ്രാബർ എന്ന സൈക്കോ കില്ലറെ കൊന്ന ഫിന്നിയെ എല്ലാവരും ഒരു ഹീറോയെ പോലെ കാണാൻ തുടങ്ങിയിരുന്നു. ഫിന്നിയുടെ മനോഗതിയിലും വലിയ മാറ്റങ്ങൾ വന്നു. ബുള്ളീസിനെയൊന്നും അവനിപ്പോ തീരെ ഭയക്കാറില്ല. അന്നവൻ തന്റെ ക്രഷായ ആനയ്ക്കടുത്ത് ധൈര്യത്തോടെ സംസാരിച്ചു. തന്നെ ഫിന്നി എന്ന് വിളിക്കേണ്ടെന്നും ഇനി മുതൽ നിനക്ക് ഫിന്നെന്ന് വിളിക്കാമെന്നും അവൻ അവളോടായി പറഞ്ഞു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.